ഡോക്ടർ സജി പ്രഭാകരന് ഫോക്ക്ലാൻഡ് കേന്ദ്രത്തിൽ യാത്രയയപ്പ് നൽകി. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പ്രകൃതിയുടെ ആവാസ സ്ഥാനങ്ങളിൽ കണ്ടെത്തുന്ന വൈവിധ്യങ്ങളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുകയെന്നത് കരകൗശല വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതലകളിൽ ഒന്നാണെന്ന് കേന്ദ്ര കരകൗശല വിഭാഗം തൃശൂർ മേഖലാ ഡയറക്ടർ ഡോക്ടർ സജി പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. കരകൗശല വിഭാഗം തൃശൂർ സെൻറ്ററിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ച് ഗോവ കേന്ദ്രത്തിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് ഫോക്ക്ലാൻഡ് പയ്യന്നൂർ കേന്ദ്രത്തിൽ വെച്ച് നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രേഷ്മ രവീന്ദ്രൻ സ്വാഗതവും പ്രിയ ഗോപാൽ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ KR മുഖ്യാതിഥിയായിരുന്നു. രൗദ്രശ്രീ TT കൃഷ്ണനാശാൻ ഉപഹാര സമർപ്പണം നടത്തി. ദേവനാരായണൻ മടിക്കൈ, ഓട്ടംതുള്ളൽ കലാകാരൻ കരിവള്ളൂർ രത്നകുമാർ, CP രാജേഷ്, വിജയകുമാർ, ഓട്ടുപാത്ര നിർമ്മാണ വിദഗ്ധൻ കുഞ്ഞമ്പു, നീനു സുകുമാരൻ എന്നിവർ സംസാരിച്ചു. രജിത രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.